ഹലോ ഫ്രണ്ട്സ്, മെഡിക്കോസ് പ്ലാനറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് ഫാഷൻ ടെക്നോളജിയിലേക്കുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ്. ആദ്യമായി തന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. ക്ലോത്തിങ് ആൻഡ് ഫാഷൻ ടെക്നോളജി നിങ്ങൾക്ക് പഠിക്കണം. 10 കഴിഞ്ഞവരെ കണ്ണൂരിലെ IIHT അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി അപേക്ഷ ക്ഷണിക്കുന്നു. കണ്ണൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി IIHT കണ്ണൂർ സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന ക്ലോത്തിങ് ആൻഡ് ഫാഷൻ ടെക്നോളജി കോഴ്സുകളിലേക്കുള്ള അപേക്ഷകൾ ആഗസ്റ്റ് 13 വരെ സ്വീകരിക്കുന്നതാണ്. ഫാഷൻ ഡിസൈനിങ്, വസ്ത്രനിർമ്മാണ സാങ്കേതിക വിദ്യ, അപ്പാരൽ പ്രൊഡക്ഷൻ ടെക്നോളജി, പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, വസ്ത്രഗണിതവും വസ്ത്രലാഭം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമായി ഉൾക്കൊള്ളുന്ന കോഴ്സിൽ ലോകോത്തര ഡിസൈൻ സോഫ്റ്റ്വെയറുകളിൽ വിദഗ്ധ പരിശീലനവും നൽകുന്നു. കോഴ്സ് കാലാവധി 1 വർഷമാണ്. SSLC ആണ് അടിസ്ഥാന യോഗ്യത. പ്രായപരിധി 45 വയസ്സ്. അപേക്ഷാ ഫോമും കോഴ്സ് ഗൈഡും ലഭിക്കുന്നതിന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി, കണ്ണൂർ PO, കിഴുന്ന തോട്ടട എന്ന വിലാസത്തിൽ 100 രൂപയുടെ DD സഹിതം നേരിട്ടോ തപാൽ മുഖേനയോ അല്ലെങ്കിൽ www.iihtkannoor.ac.in എന്ന വെബ്സൈറ്റ് മുഖേനയോ അപേക്ഷിക്കാം. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ആഗസ്റ്റ് 13 ആണ്. ഞാൻ പറഞ്ഞിരുന്ന IIHT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂർ എന്ന സ്ഥാപനത്തിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് എന്ന് വെച്ചാൽ iihtkannoor.ac.in എന്നുള്ളതാണ്. അത് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ കയറുന്നത്. അപ്പം നിങ്ങൾ പറയുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂർ, അത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ അണ്ടറിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ നടത്തപ്പെടുന്ന കോഴ്സുകളെ കുറിച്ചാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ആദ്യമേ കയറുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഹോം പേജിലേക്കാണ് നിങ്ങൾ എത്തിപ്പെടുന്നത്. അവിടെ ഈ സൈഡിൽ അതിൻ്റെ അകത്തുള്ള നോട്ടീസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഇവിടെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻസ് ഇത് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 13 ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇവിടെ നടത്തപ്പെടുന്ന കോഴ്സുകളെ കുറിച്ച് ഒന്ന് നോക്കാം. അതിന് ഈ അക്കാഡമിക്സ് എന്നുള്ള വിൻഡോയിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. മെയിൻലി അവിടെ ഒരു 7 കോഴ്സാണ് നടത്തപ്പെടുന്നത്. ഒരു ഡിപ്ലോമ കോഴ്സ്, ഒരു ഡിഗ്രി കോഴ്സ്, ബാക്കി ഷോർട്ട് ടൈം കോഴ്സുകളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുമ്പോൾ ഡിപ്ലോമ ഇൻ ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി DHTT ആണ്. രണ്ടാമത്തെ കോഴ്സ് ഡിഗ്രി കോഴ്സാണ് BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്. തേർഡ് കോഴ്സ് ഈസ് ക്ലോത്തിങ് ആൻഡ് ഫാഷൻ ടെക്നോളജി ഓർ CFT. അടുത്ത കോഴ്സ് ട്രെയിനിങ് ഇൻ വാല്യൂ അഡീഷൻ ടെക്നിക്സ് ആൻഡ് ഫാഷൻ ക്ലോത്തിങ് ഓർ TVT ആൻഡ് FC. പിന്നെ ഷോർട്ട് ടൈം കോഴ്സ് എന്ന് പറയുന്നത് പാറ്റേൺ മേക്കിംഗ് ആൻഡ് ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ PMGC. അടുത്തത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഫാഷൻ ഡിസൈനിങ് CAFD. അവസാനത്തത് കമ്പ്യൂട്ടർ എയ്ഡഡ് ടെക്സ്റ്റൈൽ ഡിസൈനിങ് CATD. ഇത്രയും 7 കോഴ്സുകളാണ് നടത്തപ്പെടുന്നത്. ഇപ്പോൾ അഡ്മിഷൻ്റെ സമയമാണ്. അഡ്മിഷന് നമുക്ക് അതുപോലെ കോഴ്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ ഡിപ്ലോമ ഇൻ ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജിയുടെ എലിജിബിലിറ്റി ആണ്. എലിജിബിലിറ്റി നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന അനുസരിച്ചാണ് SSLC പാസ് ഓർ ഇക്വലന്റ് വിത്ത് ഇംഗ്ലീഷ് ആസ് എ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി. SSLC പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷോട് ഇക്വലൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിച്ചിട്ടുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. ഏജ് ലിമിറ്റ് 15 മുതൽ 23 വരെയാണ്. അത് ജൂലൈ 1 25 മുതൽ 13 വയസ്സ് വരെ തികയുന്ന ആർക്കും ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ SC ST
കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. 15 മുതൽ 25 വരെയാണ് അവർക്ക് ഉള്ള അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്. റിസർവേഷൻ കേരള ഗവൺമെൻറ്റിൻ്റെ റിസർവേഷൻ പോളിസീസ് അനുസരിച്ചുള്ള സീറ്റ്സ് അലോട്ടഡ് ആണ്. അതുപോലെ തന്നെ 20% വീവേഴ്സ് കമ്മ്യൂണിറ്റിക്കും റിസർവ് ചെയ്തിട്ടുണ്ട്. അത് ടോട്ടൽ സീറ്റുകൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ളവർക്ക് 30, പുതുച്ചേരി 2%, ഗോവ 1, തമിഴ്നാട് 5, കർണാടക 2 ഇങ്ങനെയാണ് സീറ്റ്സിൻ്റെ അലോക്കേഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ടോട്ടൽ കേരളത്തിലെ ആൾക്കാർക്ക് 30 സീറ്റ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് തന്നെ സെമസ്റ്റർ പ്ലാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഓരോ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ മാർക്ക് ഡിവിഷന്, ടോട്ടൽ മാർക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളുണ്ട് എന്നുള്ളതും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഏകദേശം 10 സബ്ജക്റ്റുകളാണ് ടോട്ടൽ ഉള്ളത്. ഫസ്റ്റ് സെമ്മിൽ ഓരോ സെമ്മിൻ്റെയും അനുസരിച്ച് അത് മാറും. അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ കോഴ്സ് എന്ന് വെച്ചാൽ BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ടെക്നോളജി. അത് നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു ഡിഗ്രി കോഴ്സാണ്. അതിൻ്റെ അകത്ത് ടോട്ടൽ സീറ്റ് എന്ന് പറയുമ്പോൾ 25 എണ്ണമാണുള്ള കാറ്റഗറി. ഇത് സെൽഫ് ഫിനാൻസിങ് മോഡിൽ നടത്തപ്പെടുന്ന ഒരു കോഴ്സാണ്. ഡ്യൂറേഷൻ 3 കൊല്ലത്തേക്കാണ്, അല്ലെങ്കിൽ 6 സെമസ്റ്ററാണ്. എലിജിബിലിറ്റി ഇതിന് വേണ്ടത് +2 ആണ്. +2 ഓർ ഇക്വലൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏജ് ആസ് പെർ കണ്ണൂർ യൂണിവേഴ്സിറ്റി നോംസ്, അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നോംസിനനുസരിച്ചുള്ള ഏജ് ലിമിറ്റ് വേണം. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ 3 years, അല്ലെങ്കിൽ ഓൺലൈനാണ്. 3 years ആണ്. വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. admission@kannur.university.ac.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് ഈ ഡിഗ്രി കോഴ്സിലേക്കുള്ള ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത്. ഇനി അടുത്തത് ഷോർട്ട് ടൈം കോഴ്സുകളാണ്. ഷോർട്ട് ടൈം കോഴ്സുകളെ കുറിച്ച് ഞാൻ പെട്ടെന്ന് ഒന്ന് പറയാം. അതിൻ്റെ എലിജിബിലിറ്റി ക്ലോത്തിങ് ആൻഡ് ഫാഷൻ ടെക്നോളജി. അതിൻ്റെ എലിജിബിലിറ്റി എന്ന് നോക്കിക്കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC പാസ് ആയിരിക്കണം. എല്ലാ കൊല്ലവും 20 സ്റ്റുഡൻസിനാണ് അഡ്മിഷൻ ഉള്ളത്. റിസർവേഷൻ പോളിസി കേരള ഗവൺമെൻറ് അനുസരിച്ച് ഉണ്ടായിരിക്കും. മെത്തേഡ് ഓഫ് സെലക്ഷൻ മെറിറ്റും അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് ആയിരിക്കും ഇതിലേക്കുള്ള ഇൻ്റർവ്യൂവും. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സെലക്ഷൻ നടക്കുന്നത്. ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് എന്ന് പറയുമ്പോൾ 1 കൊല്ലത്തേക്കാണ് ഈ കോഴ്സ് നടക്കുന്നത്. 2 സെമസ്റ്റർ വഴിയായിട്ടാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ അലോ ചെയ്തിരിക്കുന്ന 1 month ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് ട്രെയിനിങ് ഇൻ വാല്യൂ അഡീഷൻ ടെക്നിക്സ് ആൻഡ് ഫാഷൻ ക്ലോത്തിങ്. എലിജിബിലിറ്റി നമുക്കൊന്ന് നോക്കാം. എലിജിബിലിറ്റി SSLC പാസ് വിത്ത് ആപ്റ്റ്യൂഡ് ഇൻ ഡിസൈനിങ്. ഏജ് ലിമിറ്റ് 50 വയസ്സ് വരെയാണ്. 20 സീറ്റാണുള്ളത്. ഡ്യൂറേഷൻ 3 മാസത്തേക്കുള്ള കോഴ്സാണ്. അടുത്ത കോഴ്സ് എന്ന് വെച്ചാൽ പാറ്റേൺ മേക്കിംഗ് ആൻഡ് ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ. എലിജിബിലിറ്റി നമുക്ക് നോക്കാം. പാസ് ഇൻ SSLC, ഏജ് ലിമിറ്റ് 50 years, നമ്പർ ഓഫ് സീറ്റ്സ് 20, ഡ്യൂറേഷൻ 3 months. അടുത്തത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഫാഷൻ ഡിസൈനിങ് ഓർ CAFD ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കുക. SSLC എലിജിബിലിറ്റി നീഡഡ് ആണ്. അഡ്മിഷൻ ത്രൂ ഇൻ്റർവ്യൂ ആയിരിക്കും. 10 സീറ്റാണുള്ളത്. 3 മാസത്തേക്കുള്ള കോഴ്സാണ്. ഏകദേശം അതിൻ്റെ കോഴ്സ് ഫീസും കൊടുത്തിട്ടുണ്ട്. 6200 ടോട്ടൽ ഒരു പേയ്മെൻറ്റ് വരുന്നത്. അതിൻ്റെ കോഴ്സിൻ്റെ അകത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ജസ്റ്റ് ബ്രീഫായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത കോഴ്സ് എന്ന് വെച്ചാൽ CATD ഓർ കമ്പ്യൂട്ടർ എയ്ഡഡ് ടെക്സ്റ്റൈൽ ഡിസൈനിങ്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഹാൻഡ്ലൂം ടെക്നോളജി, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ടെക്നോളജി, അല്ലെങ്കിൽ ഫാബ്രിക് ഫോമിംഗ് ടെക്നോളജി ഓർ സർട്ടിഫിക്കറ്റ് ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി, അഡ്വാൻസ്ഡ് വീവിംഗ് ഇൻ ഹാൻഡ്ലൂം ടെക്നോളജി ഓർ SSLC വിത്ത് വർക്ക് എക്സ്പീരിയൻസ് ഇൻ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ ആൻഡ് ഹാവിംഗ് ടൈലറിംഗ് നോളജ് ആവശ്യമായിട്ടാണ് ഈ ഒരു കോഴ്സ് ഷോർട്ട് ടൈം കോഴ്സിന് പറയുന്നത്. ഇതിൻ്റെ അകത്തും അഡ്മിഷൻ ഇൻ്റർവ്യൂ വഴിയാണ്. 10 സീറ്റ്സാണുള്ളത്. 3 മാസത്തേക്കാണ് ഈ കോഴ്സ് നടത്തപ്പെടുന്നത്. ഏകദേശം 6200 രൂപ ഫീസാകും. അതുപോലെ തന്നെ കോഴ്സ് കണ്ടന്റ് എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും വെബ്സൈറ്റിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതായി ഇതിൻ്റെ അകത്ത് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഫീസ് സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഏതൊക്കെ ഓരോ കാര്യങ്ങളിലുള്ള ഫീസ് സ്ട്രക്ചർ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓരോ കോഴ്സിനും
ഉള്ള ഫീ സ്ട്രക്ചർ ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. എല്ലാം സെപ്പറേറ്റായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അതാണ് കോഴ്സിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. മെയിൻലി ഇപ്പം വിളിച്ചത് ഡിപ്ലോമ ഇൻ ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജിക്കാണ്. അതൊരു ഡിപ്ലോമ കോഴ്സിലേക്കും ആണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. DHT ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള വിൻഡോയിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ DHT ആപ്ലിക്കേഷൻ എന്ന് കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഓപ്പൺ അപ്പ് ചെയ്യുകയാണ്. ഇതിനകത്ത് പറയുന്നത് കേരളത്തിലെ ഉള്ളവർക്ക് മാത്രമാണ് ഡയറക്റ്റ് അഡ്മിഷൻ. ബാക്കിയുള്ളവർ അവരവരുടെ റീജിയണലായിട്ടുള്ള IHTകളിൽ ബന്ധപ്പെടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോം ഞാൻ ജസ്റ്റ് ഒന്ന് വിവരിച്ചു തരാം. ഇത് 2021-22 വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ പൂരിപ്പിക്കണം എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിം, ഗാർഡിയൻ നെയിം, റിലേഷൻഷിപ്പ് വിത്ത് ഗാർഡിയൻ, പേരൻ്റ് ഓർ ഗാർഡിയൻ കോൺടാക്ട് നമ്പർ, ഗാർഡിയൻ അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സ്, അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ കൊടുക്കണം. നിങ്ങളുടെ ഇമെയിൽ കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ എൻട്രി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വരുന്ന ഏരിയ അക്കാഡമിക് സെക്ഷനാണ്. അക്കാഡമിക് സെക്ഷൻ്റെ അത് എലിജിബിലിറ്റി ഓർ SSLC ഇക്വലൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. SSLC ആണോ, നിങ്ങൾ CBSE ആണോ, വേറെ എന്തെങ്കിലുമാണോ എന്നുള്ളത് ഇവിടെ പ്രഷർ ചെയ്യുക. നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ എൻ്റർ ചെയ്യുക. അതുപോലെ ബാക്കിയുള്ള അറ്റാച്ച്മെൻറ്റ് സെക്ഷനിലേക്കാണ് പോകുന്നത്. അവിടെ നിങ്ങളുടെ ക്യാൻഡിഡേറ്റ്സിൻ്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്യണം. അത് ഏകദേശം 1 MB കുറവായിരിക്കും, നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ TC ഇവിടെ നിങ്ങൾ അറ്റാച്ച് ചെയ്യണം. അടുത്തത് നിങ്ങൾ എന്നാണ് SSLC പാസ്സായത്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ ക്വാളിഫൈ എക്സാമിനേഷൻ ഒരു ചാൻസിൽ തന്നെയാണ് പാസ്സായതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ചെയ്യുക. അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്യണം, ഇവിടെ അപ്ലോഡ് ചെയ്യണം. പ്രൂഫ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് അതും ഇവിടെ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നേറ്റിവിറ്റി ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ വിവേഴ്സ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. ഇവിടെ വിവേഴ്സ് കമ്മ്യൂണിറ്റി ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വരുന്നതനുസരിച്ച് നിങ്ങൾ ടിക്ക് ചെയ്യുക. SC/ST ആണെങ്കിൽ അതും അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ സബ്മിറ്റ് എന്നുള്ള ഫോം വരും. അവിടെ നിങ്ങൾക്ക് ഫോം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഇതിനെക്കുറിച്ചുള്ള ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഒരു വിവരണം. ഓർക്കുക, നല്ലൊരു കോഴ്സാണ്. ഒത്തിരിയും സാധ്യതകൾ മുന്നോട്ട് തെളിയുന്ന ഒരു കോഴ്സാണ്. അതിന് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. സോ ഈ ചാനലിൽ കൂടി ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. നല്ല നല്ല കോഴ്സുകളും അതുകൊണ്ട് ഈ ചാനൽ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചാനലിൽ കൂടെ നിങ്ങളുമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഉപകാരപ്പെടുന്നവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. താങ്ക് യു.